AI എന്ന് പറഞ്ഞാൽ ചാറ്റ് ബോട്ടുകളാണ് എന്നുള്ള ഒരു പെർസെപ്ഷൻ നമുക്കിടയിലുണ്ടല്ലോ. ഇനി ഈ കാലത്ത് നിന്ന് മാറിയിട്ട് എജൻറ്റിക് AIയുടെ കാലം വരികയാണെന്നുള്ളത് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ആ കാലത്തിലേക്ക് വേണ്ടി പെർപ്ലെക്സിറ്റി അവരുടെ കോമറ്റ് എന്ന് പറഞ്ഞൊരു ബ്രൗസർ ഇറക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ മാത്രമേ AIക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ. ആ ഒരു കൺട്രോൾസും മറ്റുള്ളതെല്ലാം കിടക്കുന്നത് ഒരു ബ്രൗസർ കൂടി വരുമ്പോഴാണല്ലോ. ChatGPT അറ്റ്ലസ് എന്ന് പറഞ്ഞ് അവരുടെ ബ്രൗസർ കൊണ്ടുവരുന്നതും ഇതേ ആവശ്യത്തിനാണ്. ബട്ട് ദെൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതെല്ലാം ഓൾറെഡി കംപ്ലീറ്റ് എക്കോസിസ്റ്റം അവരുടെ തന്നെ കയ്യിലുള്ള ഒരു കമ്പനിയുണ്ട്. അത് ആക്ച്വലി ഗൂഗിളാണ്. ഗൂഗിളിന് സ്വന്തം ബ്രൗസർ ഉണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ബ്രൗസർ ഒരു പക്ഷേ ഗൂഗിളായിരിക്കും, ഗൂഗിളിൻ്റെ ക്രോം ആയിരിക്കും. അതുപോലെ ഗൂഗിൾ ഡോക്സ്, ജിമെയിൽ, അങ്ങനെ നമുക്ക് റിയൽ വേൾഡിൽ ഗൂഗിൾ കലണ്ടർ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ തന്നെ ഇക്കോസിസ്റ്റത്തിലെല്ലാം പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ടാസ്കുകൾ ചെയ്തു തരാൻ ഒരു പക്ഷേ നിലവിലുള്ള ഒരു AI കമ്പനിക്കും സാധിക്കില്ല, ഗൂഗിളിനും സാധിക്കും. ഈ എറയിലേക്കാണ് ആക്ച്വലി ആൻറ്റി ഗ്രാവിറ്റി വരുന്നത്. ആൻറ്റി ഗ്രാവിറ്റി വെച്ചിട്ട് ഫിനോമിനൽ ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ വെറും സിമ്പിൾ പ്രോംപ്റ്റിൽ, ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, സോഫ്റ്റ്വെയർ എഴുതുന്ന സോഫ്റ്റ്വെയർ തന്നെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി അത് സെല്ല് ചെയ്യുന്ന ഒരു കാലം ഇനി അധികം വിദൂരമല്ല. അപ്പോൾ നമ്മൾ AI എംപ്ലോയികളായിരിക്കും ഭാവിയിൽ ഉണ്ടാവുക, മനുഷ്യന്മാർ മാത്രമല്ല എന്ന് പറയുന്നൊരു സിനാരിയോ ഉണ്ടല്ലോ. അപ്പോൾ AI എംപ്ലോയികളൊക്കെ വരുന്നതിന് വേണ്ടുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആൻറ്റി ഗ്രാവിറ്റി അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. ഇനി ഇതൊന്നും കൂടാതെ ജെമിനൈ നിലവിൽ നമ്മൾ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ AI ഉപയോഗിക്കുന്നത് അതിലെല്ലാം ബെറ്റർ പെർഫോമൻസ് നൽകുന്നുണ്ട്. നമുക്ക് നൽകുന്ന മലയാളത്തിൻ്റെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും അതല്ല മറ്റെന്തെങ്കിലും ടാസ്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മെമ്മറി ഫീച്ചർ ഉണ്ടല്ലോ, അതിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലൊക്കെ ബെറ്റർ പെർഫോമൻസ് ഗൂഗിൾ കാണിക്കാൻ തുടങ്ങി. ഇതൊന്നും കൂടാണ്ട് 1 മില്യൺ ടോക്കൺസ് എന്നുള്ള ഒരു വലിയ കോണ്ടെക്സ്റ്റ് വിൻഡോ നിലവിൽ അവൈലബിൾ ആണ്. അതെന്താണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. നമ്മളെന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അതിന് ഓർത്ത് വെക്കാനുള്ള ശേഷിയാണെന്നുണ്ടെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഒരേ സമയത്ത് വലിയ ഒരുപാട് പുസ്തകങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടോ മണിക്കൂറുകൾ നീണ്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടോ അതിൽ നിന്ന് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യിക്കണമെന്നുണ്ടെങ്കിലും ഗൂഗിളിന് ബേസിക്കലി കോണ്ടെക്സ്റ്റ് വിൻഡോ കൂടുതലാണെന്നുള്ളതും അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജുകൾ ജെമിനൈക്ക് നിലവിലുണ്ട്. അപ്പോൾ ജെമിനൈ ആയിരിക്കും ഇനി 2026 പ്രവേശിക്കുകയാണല്ലോ, സ്വാഭാവികമായിട്ടും ChatGPTയുടെ 5.5 എന്നുള്ള വെർഷനൊക്കെ എക്സ്പെക്റ്റഡ് ആണ്. ഗ്രോക്കിൻ്റെ പുതിയ അപ്ഡേറ്റ് എക്സ്പെക്റ്റഡ് ആണ്. ക്ലോഡിൻ്റെ അപ്ഡേറ്റഡ് വെർഷൻ എക്സ്പെക്റ്റഡ് ആണ്. ഇപ്പോൾ ഒരു 3 to 4 മന്ത് സൈക്കിളിലാണ് നിലവിൽ പുതിയ AI പ്രൊഡക്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെയും കോമ്പീറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ വരും. ബട്ട് ദെൻ ഒരു പുതിയ വർഷത്തിലേക്ക് ഗൂഗിൾ 1ാം സ്ഥാനത്ത് നിന്നുകൊണ്ട് പോകുന്ന ഒരു പുതുമ കൂടി 2026 കാര്യത്തിലൊക്കെ ഉണ്ടാവും. അതിനിടയ്ക്ക് ഒരു പുതിയ റിലീസുകൾ ഇനി എക്സ്പെക്റ്റഡ് അല്ല എന്നാണ് ഇൻഡസ്ട്രിയിലുള്ളവരെല്ലാം പറയുന്നത്. ജസ്റ്റ് ലൈക്ക് 1 മന്ത് ഒക്കെ അല്ലേ ഉള്ളൂ, വെക്കേഷനിലേക്കൊക്കെ കടക്കുന്ന ടൈമായി. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ ഈ റേസിൽ ഒന്നാമതെത്തിയിരിക്കുന്നു. നമ്മൾ പലരും ഇപ്പോഴും ഇത് AI ബബിളാണോ എന്ന് അന്വേഷിച്ച് AI ഹൈപ്പ് ഒക്കെ കള്ളത്തരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പിറകിൽ ഇങ്ങനെ നടക്കുകയാണ്. ഇൻ റിയാലിറ്റി ഓക്കെ, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുമായി റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ഡിസ്കഷൻ ഉണ്ട്. ഇനി AI കമ്പനികളൊക്കെ പൊട്ടി എന്ന് തന്നെ വിചാരിച്ചോളി. 2000 ബബിളുമായിട്ടാണല്ലോ എല്ലാവരും ഇതിനെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നെല്ലാത്തിലും .com അല്ലേ, ഇന്നെല്ലാം ഇൻ്റർനെറ്റാണ് അല്ലെങ്കിൽ ഡിജിറ്റൽ റെവല്യൂഷനാണ് ഒരു പക്ഷേ നമ്മളെല്ലാവരെയും കൈപിടിച്ച് ഉയർത്തിയത്. നമ്മൾ ഇന്ന് ഈ കാണുന്ന വീഡിയോ പോലും നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ നാട്ടിലിരുന്ന് കാണാൻ പറ്റുന്നതിനുള്ള ഒരു റീസൺ ഒരുക്കിയത് ഇതേ .com അല്ലെങ്കിൽ ആ റഷ് തന്നെയാണ്. അപ്പോൾ അതുപോലെ AI എങ്ങോട്ടും പോവില്ല, AI ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. AI പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത മാറുന്നില്ല, AI ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത മാറുന്നില്ല. ഒരു പക്ഷേ ഇവരെല്ലാം ഇതിന് വേണ്ടിയിട്ട് ഒരു ജൈജാൻറ്റിക് ആയിട്ടുള്ള ഫണ്ട് ഡിപ്ലോയ് ചെയ്യുന്നുണ്ടല്ലോ. അതൊരു കോമ്പറ്റീഷൻ ആകുമ്പോൾ കംപ്ലീറ്റ് എഫിഷ്യൻസിയിലൊന്നും നടക്കില്ല. പകരം എന്താ വെച്ചാൽ കുറേയൊക്കെ ഹൈപ്പ് വിചാരിച്ചിട്ട് കൂടുതൽ ഓവർ ഇൻവെസ്റ്റഡ് ആവുന്നുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. ഈ 2032 ആകുമ്പോഴേക്കും ഈ ഇൻഡസ്ട്രിയിൽ $2 ട്രില്യൺ റവന്യൂ വന്നാൽ മാത്രമേ, പ്രോഫിറ്റ് അല്ല റവന്യൂ വന്നാൽ മാത്രമേ ആസ് എ ഇൻഡസ്ട്രി ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നെല്ലാം കാണുന്നുണ്ട്. അതിൻ്റെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള അനലിസ്റ്റുകളൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ആ റവന്യൂ ഹിറ്റ് ചെയ്യാൻ പറ്റേണ്ടതാണ് എന്നും പറയുന്നുണ്ട്. ആരായിരിക്കും ഇതിൽ ടോപ്പ് പൊസിഷനിൽ നിൽക്കാമെന്നോ അതൊന്നും നമുക്ക് നിലവിൽ പറയേണ്ട ആവശ്യം ആക്ച്വലി നമുക്കുണ്ടെന്ന് തോന്നുന്നില്ല. പകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AIയുടെ നീഡ് എങ്ങോട്ടും പോയിട്ടില്ല. മിസ്ഗൈഡഡ് ആവരുത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് AIനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ മേഖലയിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റുകളെ കുറിച്ചൊന്നും കാര്യമായി ചർച്ച ചെയ്യാത്ത പല ആളുകളും പിന്നീട് AI ബബിളാണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോസും മറ്റുമൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന കാണുന്നുണ്ട്. ബട്ട് ദെൻ AI എന്നുള്ള സംഭവം ഒരിക്കലും ബബിളല്ല. നിങ്ങളൊക്കെ ഡെയിലി നിങ്ങളുടെ വർക്ക് ഫ്ലോയിൽ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റുകൾ അറിയുന്നുണ്ടാവും. ഇനി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് AIൻ്റെ അടുത്തൊരു ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ മിക്കപ്പോഴും അതിൻ്റെ പ്രശ്നം നമ്മൾ തന്നെയായിരിക്കും. നമ്മുടെ പ്രോംപ്റ്റിങ്ങിലും മറ്റുമൊക്കെയുള്ള ഇന്നെബിലിറ്റീസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ തന്നെ കുറവുകളാണോ ഇതിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചെക്ക് ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഈ ഹൈപ്പ് റിയലാണ്. ആക്ച്വലി AIയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ആക്ച്വലി ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനിയും അതിൻ്റെ ശേഷി കൂടിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഒരു സൂചന മാത്രമാണ് ജെമിനൈ 3.0. ഡെമിസ് ഹസാബിസിനെ പോലെ, പുള്ളിക്കാരനെ പറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിലൊക്കെ ഒന്ന് വായിച്ച് നോക്കൂ, പോലെയുള്ള വ്യക്തികൾ ഈ ഒരു
പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിനെ പോലെയുള്ള ജൈജാൻറ്റിക് ആയിട്ടുള്ള കമ്പനികൾ, $1 ട്രില്യൺ വാല്യുവേഷനും നല്ല രീതിയിൽ ക്യാഷ് ഫ്ലോ ഉള്ള കമ്പനികൾ ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബബിളാണോ അല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തെ ഏതൊക്കെ തരത്തിലായിരിക്കും AI മാറ്റിമറിക്കുക, AIയുടെ പുതിയ പുതിയ രൂപങ്ങൾ എങ്ങനെയായിരിക്കും, നമ്മൾ ഇന്ന് ചെയ്യുന്ന ജോലികളെ പുതിയ വിധത്തിലേക്ക് ചെയ്യേണ്ടുന്ന സാഹചര്യം AI ഒരുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന് എത്രമാത്രം തയ്യാറാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാനും നിങ്ങളൊക്കെ കൂടുതൽ കൺസേൺഡ് ആവേണ്ടത്.